ഞങ്ങൾ പരസ്പരം ഇസ്തിംദാ നടത്തി. അങ്ങനെ ഞങ്ങൾ മരിക്കുന്നത് വരെ ജീവിച്ചു പോയി. ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ അങ്ങനെയാ ഇസ്തിംദാ ചെയ്തതോടൊപ്പം തന്നെ ആ ശൈത്താൻ ജിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ജീവിച്ചങ്ങ് മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അള്ളാഹ് അവിടെ വെച്ച് ഇവരോട് ചോദിക്കുകയാണ്, ഹാദിർ ജിന്നാണോ, ഖാദിർ ജിന്നാണോ, മുസ്ലിം ജിന്നാണോ? എങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നോട്ട് ഓക്കെ. മനസ്സിലാക്കണോ? അങ്ങനെ അള്ളാഹ് പറയാ, അല്ല കേട്ടോ, അല്ല കേട്ടോ, അവിടെ ഓക്കയും നിന്റെ ഓക്കയും നിന്റെ നോട്ടോക്കയും നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരു വിലയുമില്ലാത്ത പേപ്പർ മാത്രമാണ് കേട്ടോ. അവിടെ വെച്ചുകൊണ്ട് ജിന്നുമായി ഇടപെട്ട് നടന്ന ആളുകളോട് അള്ളാഹ് പറയും, എന്ത്? അന്നാറു മത്വാക്കും, അന്നാറു മത്വാക്കും ഖാലിദീന ഫീഹാ ഇല്ലാ മാശാ അല്ലാഹ്. നരകമാണ് നിന്റെ സങ്കേതം. ജിന്നുമായി ബന്ധപ്പെട്ടവനെ പൊയ്ക്കോ നരകത്തിലേക്ക്. നീ ജിന്നിന്റെ ആളാണ്, നിന്റെ സങ്കേതം നരകമാണ്. ആ നരകത്തിൽ നീ ശാശ്വതനാണ്. ഇല്ലാ മാശാ അല്ലാഹ്. അല്ലാഹ് ഉദ്ദേശിച്ച കാലയളവ് ഒഴികെ. നിമ്മാ പഠിക്കണം തോന്നുന്നുണ്ടല്ലേ, പഠിപ്പിക്കണം തോന്നുന്നുണ്ടല്ലേ, കൊണ്ടുവാ നിന്റെ മാ, പറഞ്ഞ് പഠിപ്പിച്ചു തരാം. മാ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. ഇനി മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ ആയത്തോതിയിട്ട് ദുർവ്യാഖ്യാനിക്കുകയാണ്. ചോദിക്കട്ടെ, ശാരദയിൽ നിന്ന് വലിയ സംഖ്യ ചെലവാക്കിയിട്ടാണ് ഇടത്തനാട്ടുകരയിൽ ബഹുമാനനായ ഹുസൈൻ മൗലവി വന്ന് പ്രസംഗിച്ചത്. ചോദിക്കട്ടെ ഹുസൈൻ മൗലവി, ഈ ആയത്തിന് ഇങ്ങനെ ഒരു വ്യാഖ്യാനം അഥവാ അഭൗതികമായ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന ഈ വ്യാഖ്യാനം ഈ ആയത്തിനുണ്ടെന്ന് തെളിയിക്കാൻ താങ്കൾക്ക് സാധിക്കുമോ? താങ്കൾക്ക് സാധിക്കുമോ? താങ്കൾക്ക് സാധിക്കുമോ? ഇത് മുജാഹിദുകളുടെ വെല്ലുവിളിയാണ്. ഏറ്റെടുക്കാൻ നട്ടെല്ലുണ്ടെങ്കിൽ ടിക്കറ്റ് ഞങ്ങളുടെ വക, സ്റ്റേജ് ഞങ്ങളുടെ വക, നിങ്ങളുടെ ഫീസ് ഞങ്ങളുടെ വക. വരുമോ? ചർച്ച ചെയ്യാൻ വരുമോ? ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ച് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? കഴിയില്ലല്ലോ. ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ച് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? സാധ്യമല്ലല്ലോ. പക്ഷേ ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നു. തയ്യാറാണെങ്കിൽ അറിയിക്കൂ. നിങ്ങൾക്കുള്ള ടിക്കറ്റ് ഞങ്ങളുടെ വക, നിങ്ങളുടെ ഫീസും ഞങ്ങളുടെ വക, സ്റ്റേജും ഞങ്ങളുടെ വക, എല്ലാ സൗകര്യവും ഞങ്ങളുടെ വക. നിങ്ങൾ വന്നാൽ ഈ ആയത്ത് അതേ പരസ്യമായി കേരളത്തിന്റെ ഏത് മൂലയിൽ വെച്ച് ചർച്ച ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. ഇനി അതെല്ലാം ഷാർജയിൽ വെച്ചൊരുക്കമുണ്ടോ? ഞങ്ങൾ അങ്ങോട്ട് വരാനും തയ്യാറാണ്. കുവൈത്തിൽ വെച്ച് തയ്യാറുണ്ടോ? അങ്ങോട്ട് വരാനും ഞങ്ങൾ തയ്യാറാണ്. മനസ്സിലാക്കണം, പച്ച ദുർവ്യാഖ്യാനം നടത്തിയിട്ട് കൊണ്ടടക്കാൻ.